ഇന്നും പതിവ് പോലെ തന്നെ നിവിന് പഠിത്തമില്ല കേട്ടോ. സ്കൂളിനെല്ലാം അവധിയാണ്, മഴയായതുകൊണ്ടാണ്. അപ്പോൾ ഇന്നും അവധി ആയതുകൊണ്ട് ഞാൻ രാവിലെ പതിവ് പോലെ തന്നെ എണീറ്റു കേട്ടോ. സമയം 5 മണി ആകുന്നുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ഒട്ടും ആകുന്നില്ല, 5 മണി ആകുന്നതേ ഉള്ളൂ. അപ്പം കുട്ടീനെയൊക്കെ ഒന്ന് നേരെ വണ്ണം പുതപ്പിച്ച് കിടത്തി. അവൻ എപ്പോഴും പുതപ്പൊക്കെ തട്ടി മാറ്റും. വന്ന് പല്ലൊക്കെ ഒന്ന് തേച്ച്, പല്ല് തേച്ച് കഴിഞ്ഞാലേ ഞാൻ കാപ്പി കുടിക്കത്തുള്ളൂ കേട്ടോ, അത് ശീലമായിപ്പോയി. അപ്പം പല്ലൊക്കെ തേച്ചു, നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിപ്പിച്ചു, ലൈറ്റൊക്കെ ഒന്ന് ഇട്ടു അടുക്കളയിലത്തെ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ. ആ പൊട്ടിയിരിക്കുന്നതൊക്കെ എൻ്റെ പുത്രൻ പിന്നെ എന്നാ പറയണ്ടേ, ചുറ്റിയോട്ട് ഇടിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നേരെ കലാപരിപാടിയിലേക്ക് ആരംഭിക്കുകയാണ്. അപ്പം ഞാൻ തലേദിവസം തന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് എനിക്ക് വല്ല അഴുക്കൊന്നുമില്ല, ചാരമൊന്നും വാരണ്ട. അപ്പോൾ എനിക്ക് ഗ്യാസ് തീർന്നു പോയായിരുന്നു കേട്ടോ. അപ്പം ഞാനെല്ലാം വിറകടുപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചു, പാലൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ദോശമാവ് വെളിയിൽ വെച്ചു കേട്ടോ, തണുപ്പ് പോകാൻ വേണ്ടി. അപ്പോൾ ഇതാ ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ ആരംഭിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പൊക്കെ അല്ലേ, പോരാത്തതിന് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി അത് കഴിഞ്ഞ് കുളിക്കാൻ പോയേക്കാമെന്ന് വിചാരിച്ചു. വെളിയിലിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടുണ്ട് കേട്ടോ, എന്നാലും ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ ഇനി അടുക്കളയിലേക്ക് വീണ്ടും കയറുകയാണ്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഈ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മാവ് ദോശക്കല്ല് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയെങ്കിലും പിടിക്കുന്നുണ്ട്, ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ തൂത്ത് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുള്ള ചട്നിയും ശരിയാക്കി. ഇനിയിപ്പം രാവിലെ ഇതായിരുന്നു കേട്ടോ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി. സ്കൂൾ സമയമാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇന്ന് അവധിയാണല്ലോ, അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പം ഇന്ന് രാവിലത്തെ കാപ്പിക്കൊക്കെ ഉള്ളതുണ്ടാക്കി. ഇനി നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കാൻ പോകും അടുപ്പിൽ. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനം. അപ്പോൾ ചോറിനുള്ള വെള്ളവും വെച്ചു. അപ്പോൾ ഇനി നിവി എന്നാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി, ഉണർന്നോ എന്നറിയാൻ വേണ്ടി ചെന്നാണ്. പക്ഷേ കുട്ടി നല്ല ഉറക്കമായിരുന്നു. അപ്പം മഴയായതുകൊണ്ട് എണീപ്പിച്ചില്ല, കിടന്നോട്ടേ എന്ന് വിചാരിച്ചു. ഞാൻ വെളിയിൽ വന്നപ്പം നേരം നല്ലപോലെ വെളുത്തായിരുന്നു കേട്ടോ, കഥയൊക്കെ തുറന്നപ്പോൾ. അപ്പോൾ നിവിക്ക് ഒരുപാട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ട്, കുട്ടിയെ ഒന്ന് വിളിച്ച് ഉണർത്തണം. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.